സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലോഗോസ് ക്വിസ് മാസ്റ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലോഗോസ് ക്വിസിൻ്റെ മറ്റു അപ്ഡേഷൻസും കാര്യങ്ങളും ലഭിക്കുവാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്താൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോവുക 2025 ലോഗോസ് ക്വിസിന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള 116 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഈ ചോദ്യങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത് പ്രിവോസി തയ്യാറാക്കിയ ഗൈഡിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രഭാഷകന്റെ പുസ്തകത്തിലെ ചോദ്യങ്ങൾ ഈ 116 ചോദ്യങ്ങൾ എന്നായിരിക്കും പ്രധാനമായിട്ടൊക്കെ വരിക. ഇതിൻ്റെ മുൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേ അന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് പലർക്കും വോയിസ് വ്യക്തമല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊന്നും ഇല്ലാതെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായി കാണുക, മനഃപാഠമാക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ തെറ്റുകളോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്തരം തെറ്റുകൾ പരിഹരിച്ച് വീണ്ടും വീഡിയോ ഇറക്കാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഓരോ ചോദ്യങ്ങളും വായിക്കുമ്പോൾ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതൊന്ന് രേഖപ്പെടുത്തിയിട്ട് നിങ്ങളുടെ പേരും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുകൂടി കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും മറ്റൊരു കൂടി അതൊരു പ്രോത്സാഹനമായിരിക്കും പഠിക്കുവാനായിട്ട്. ലോഗോസ് ക്വിസിൽ നല്ല വിജയം നേടുവാൻ നിങ്ങൾക്ക് ദൈവം നിങ്ങളെ സഹായിക്കണമെന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. ആരുടെ പിൻതലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത്? ഉത്തരം പാപികളുടെ പിൻതലമുറ. 2. എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവിനെ. 3. എങ്ങനെയുള്ള പിതാവ് നിമിത്തമാണ് മക്കൾ നിന്ദ അനുഭവിക്കുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം. 4. ആർക്ക് കഷ്ടമെന്നാണ് പ്രഭാഷകൻ 41:8 കാണുന്നത്? ഉത്തരം അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന്. 5. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. ഈ പരാമർശം ആരെക്കുറിച്ചാണ്? ഉത്തരം അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച്. 6. പൂരിപ്പിക്കുക. ഡാഷ് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ഉത്തരം പൊടിയിൽ നിന്ന്. 7. ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്തവൻ. 8. പൂരിപ്പിക്കുക. ഡാഷ് മനുഷ്യൻ വിലപിക്കുന്നു, എന്നാൽ ഡാഷ് പേര് പോലും മാഞ്ഞു പോകും. ഉത്തരങ്ങൾ ശരീരനാശത്തെ പ്രതി പാപികളുടെ. 9. എന്തിൽ ശ്രദ്ധാലുവായിരിക്കുവാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്? ഉത്തരം സൽകീർത്തിയിൽ. 10. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത്? ഉത്തരം സൽകീർത്തി. 11. പൂരിപ്പിക്കുക. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ ഡാഷ് ശാശ്വതവും. ഉത്തരം സൽകീർത്തി. 12. പൂരിപ്പിക്കുക. കുഞ്ഞുങ്ങളെ ഡാഷ് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ഉത്തരം ഉപദേശങ്ങൾ പാലിച്ച്. 13. നിഷ്പ്രയോജനമായത് എന്തെല്ലാം? ഉത്തരം നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും. 14. ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം? ഉത്തരം വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ. 15. ആരുടെ മുമ്പിൽ അസന്മാർഗിയായിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ. 16. ആരുടെ മുമ്പിൽ വ്യാജം പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ. 17. ആരുടെ മുമ്പിൽ
തെറ്റു ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ. 18 ആരുടെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ. 19 ആരുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം സ്നേഹത്തിന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ. 20 പ്രഭാഷകൻ 41:19 പ്രകാരം ലജ്ജാകരമായത് എന്ത്? ഉത്തരം സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക. 21 എന്തിന്റെ മുമ്പിൽ ലജ്ജാഭരിതനാകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ദൈവത്തിന്റെയും വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ. ഉത്തരം ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ. 22 വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്ത്? ഉത്തരം കർത്താവിന്റെ പ്രവർത്തികൾ. 23 തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് എന്ത്? ഉത്തരം സൂര്യൻ. 24 എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം കർത്താവിന്റെ മഹത്വം. 25 കർത്താവിന്റെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായത് എന്ത്? ഉത്തരം അവിടുത്തെ വിസ്മയനീയമായ പ്രവർത്തികൾ. 26 എന്തിനു വേണ്ടിയാണ് സർവശക്തനായ കർത്താവ് വിസ്മയനീയമായ പ്രവൃത്തികൾ സ്ഥാപിച്ചത്? ഉത്തരം പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി. 27 കർത്താവ് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നത് എന്ത്? ഉത്തരം അവയുടെ നിഗൂഢതകൾ. 28 കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത്? ഉത്തരം കാലത്തിന്റെ സൂചനകൾ. 29 കർത്താവ് പ്രഖ്യാപിക്കുന്നത് എന്ത്? ഉത്തരം ഭൂതവും ഭാവിയും. 30 എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്? ഉത്തരം നിഗൂഢ രഹസ്യങ്ങൾ. 31 പൂരിപ്പിക്കുക ഡാഷ് അവിടത്തേക്ക് അജ്ഞാതമല്ല, ഡാഷ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. ഉത്തരങ്ങള് ഒരു ചിന്തയും ഒരു വാക്കും. 32 കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ. 33 അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് ആര്? ഉത്തരം കർത്താവ്. 34 അവിടുത്തെ എത്ര ഡാഷ് അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്? ഉത്തരം പ്രവർത്തികൾ. 35 പൂരിപ്പിക്കുക അവയെല്ലാം എന്നേക്കും ഡാഷ് നിലനിൽക്കുകയും ചെയ്യുന്നു, സുധർമ്മത്തോട് ഡാഷ് പുലർത്തുന്നു. ഉത്തരങ്ങള് ജീവിക്കുകയും വിശ്വസ്തത. 36 പൂരിപ്പിക്കുക എല്ലാ വസ്തുക്കളും ഡാഷ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഒന്നും അപൂർണമല്ല. ഉത്തരം ജോഡികളായി, ദ്വന്ദ്ങ്ങളായി. 37 പൂരിപ്പിക്കുക ഒന്ന് മറ്റൊന്നിന് ഡാഷ്, അവിടുത്തെ ഡാഷ് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? ഉത്തരങ്ങൾ പൂരകമാണ്, മഹത്വം. 38 പ്രഭാഷകൻ 42:9 സമാനമായ ബൈബിൾ ഭാഗമേത്? ഉത്തരം നിയമാവർത്തനം 4:1. 39 പ്രഭാഷകൻ 42:18 സമാനമായ സുഭാഷിത ഭാഗമേത്? ഉത്തരങ്ങൾ സുഭാഷിതം 15:11. 40 പ്രഭാഷകൻ 42:20 സമാനമായ സങ്കീർത്തന ഭാഗമേത്? ഉത്തരം സങ്കീർത്തനങ്ങൾ 139 അധ്യായം 1 മുതൽ 4 വരെ. 41 ചൂടുകൊണ്ട് ദഹിക്കുന്നത് എന്ത്? ഉത്തരം പർവ്വതങ്ങൾ. 42 ചൂടുകൊണ്ട് വരളുന്നത് എന്ത്? ഉത്തരം മരുഭൂമി. 43 അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നത് എന്ത്? ഉത്തരം സസ്യങ്ങൾ. 44
എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത്? ഉത്തരം മൂടൽമഞ്ഞ്. 45 മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഉത്തരം ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. 46 പ്രഭാഷകൻ 43:23 അത്യുന്നതന്റെ നിശ്ചയമാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം അത്യഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത്. 47 സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആര്? ഉത്തരം സമുദ്ര സഞ്ചാരികൾ. 48 പൂരിപ്പിക്കുക. അസാധാരണവും ഡാഷ് സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ ഡാഷ് അതിലുണ്ട്. ഉത്തരങ്ങള് അത്ഭുതകരവുമായ സമുദ്ര സത്വങ്ങൾ. 49 അത്യുന്നതൻ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ? ഉത്തരം സ്വന്തം ശക്തിയാൽ. 50 എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ? ഉത്തരം അവിടുത്തെ വചനത്താൽ. 51 എല്ലാറ്റിൻ്റെയും സാരം എന്താണ്? ഉത്തരം എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സർവവും. 52 പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? അവിടെ എല്ലാ ഡാഷ് അവിടുന്ന് ഉന്നതമാണ്. ഉത്തരങ്ങള് പ്രകീർത്തിക്കാൻ സൃഷ്ടികളെയും കാൾ. 53 ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര്? ഉത്തരം കർത്താവ്. 54 സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച്. 55 ആരാണ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരെയും വിജ്ഞാനം പ്രഘോഷിക്കുന്നത്? ഉത്തരം ജനതകൾ. 56 മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നത് ആര്? ഉത്തരം സമൂഹം. 57 കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ആര്? ഉത്തരം ഹെനോക്ക്. 58 ആര് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ 44:16 കാണുന്നത്? ഉത്തരം ഹെനോക്ക്. 59 എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃകയായിരിക്കുന്നത് ആര്? ഉത്തരം ഹെനോക്ക്. 60 തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച്? ഉത്തരം നോഹയെക്കുറിച്ച്. 61 വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ ആര്? ഉത്തരം നോഹ. 62 നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്ത്? ഉത്തരം മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന്. 63 അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നത് ആര്? ഉത്തരം അബ്രാഹാം. 64 മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല, അവൻ ആര്? ഉത്തരം അബ്രാഹാം. 65 പൂരിപ്പിക്കുക. അവൻ ഡാഷ് പാലിക്കുകയും അവിടുന്ന് അവനുമായി ഡാഷ് ഏർപ്പെടുകയും ചെയ്തു. ഉത്തരം അത്യുന്നതന്റെ നിയമം ഉടമ്പടിയിൽ. 66 സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചതാര്? ഉത്തരം അബ്രാഹാം. 67 പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചതാര്? ഉത്തരം അബ്രാഹാം. പൂരിപ്പിക്കുക. യാക്കോബിന്റെ സന്തതികളിൽ കാരുണ്യവാനായ ഒരുവനെ ഡാഷ് ഉയർത്തി. ഉത്തരം കർത്താവ്. 69 അവൻ ജനത്തിന് സുസമ്മതനായി, ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ ആര്? ഉത്തരം മോശ. 70 കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി? ഉത്തരം ദൈവദൂതന്മാർക്ക്. 71 ശത്രുക്കൾക്ക് ഭയകാരണമാകാത്ത വിധം കർത്താവ് ശക്തനാക്കിയതാര്? ഉത്തരം മോശയെ. 72 ആര് അപേക്ഷിച്ചപ്പോഴാണ് കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത്? ഉത്തരം മോശ. 73 ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത്? ഉത്തരം രാജാക്കന്മാരുടെ സന്നിധിയിൽ. 74 കർത്താവ് മോശയെ ഏൽപ്പിച്ചത് എന്ത്? ഉത്തരം തന്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ. 75 തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം കർത്താവ് നൽകിയത് ആർക്ക്? ഉത്തരം മോശയ്ക്ക്.
76 കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് എങ്ങനെ? ഉത്തരം വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. 77 അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തിയവർ നശിച്ചത് എങ്ങനെ? ഉത്തരം കർത്താവിന്റെ ക്രോധത്തിൽ. 78 പൂരിപ്പിക്കുക. യൂദാഗോത്രജനായ ഡാഷ് ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. ഉത്തരം ജസയുടെ പുത്രൻ. 79 യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നത് ആര്? ഉത്തരം നൂനിന്റെ പുത്രൻ ജോഷുവ. 80 അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനായിരുന്നു. അവൻ ആര്? ഉത്തരം ജോഷുവ. 81 ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവരുടെ അവകാശം നേടിക്കൊടുത്തത് ആര്? ഉത്തരം ജോഷുവ. 82 പൂരിപ്പിക്കുക. ഡാഷ് ഉയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു? ഉത്തരം നഗരങ്ങൾക്കെതിരെ. 83 ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? ഉത്തരം കർത്താവിന് വേണ്ടി. 84 ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത്? ഉത്തരം ജോഷുവയുടെ. 85 പൂരിപ്പിക്കുക. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് ഡാഷ് ദൈർഘ്യമുണ്ടായില്ലേ? ഉത്തരം 2 ദിവസത്തെ. 86 പൂരിപ്പിക്കുക. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് വിളിച്ചപേക്ഷിച്ചു. ഉത്തരം അത്യുന്നതനെ. 87 ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷയ്ക്ക് ഉത്തരമരുളിയത്? ഉത്തരം ശക്തമായ കന്മഴ അയച്ച്. 88 സാമുവേലിന് ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത്? ഉത്തരം നാഥാൻ. 89 എന്തുപോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ. 90 ദാവീദ് എന്തിനോടുകൂടെ എന്ന പോലെയാണ് സിംഹങ്ങളുമായി കളിയാടിയത്? ഉത്തരം കോലാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ. 91 എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാടി കുട്ടികളോട് കൂടെ എന്ന പോലെ കളിയാടിയത്? ഉത്തരം കരടികളോട്. 92 ദാവീദ് യൗവനത്തിൽ കവണയിൽ കല്ലു ചേർത്ത് കരമുയർത്തി ആരുടെ അഹങ്കാരമാണ് തകർത്തത്? ഉത്തരം ഗോലിയാത്തിന്റെ. 93 ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് ആരുടെ അപമാനമാണ് നീക്കിയത്? ഉത്തരം ജനത്തിന്റെ അപമാനം. 94 പ്രഭാഷകൻ 47:5 പ്രകാരം എന്തിനു വേണ്ടിയാണ് അത്യുന്നതനായ കർത്താവ് ദാവീദിന്റെ വലതുകരം ശക്തമാക്കിയത്? ഉത്തരം തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന്. 95 എപ്രകാരമാണ് ജനം ദാവീദിനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചത്? ഉത്തരം 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തി വിളിച്ചുകൊണ്ട്. 96 എന്തിന്റെ പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത്? ഉത്തരം കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി. 97 ദാവീദ് തുടച്ചു മാറ്റിയത് ആരെ? ഉത്തരം ചുറ്റുമുള്ള ശത്രുക്കളെ. 98 ദാവീദ് നശിപ്പിച്ചത് ആരെ? ഉത്തരം എതിരാളികളായ ഫിലിസ്ത്യരെ. 99 ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു. അവർ ആര്? ഉത്തരം ഫിലിസ്ത്യർ. 100 ദാവീദ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചതെങ്ങനെ? ഉത്തരം തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച്. 101 ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത്? ഉത്തരം ദാവീദ്. 102 ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ
ദാവീദ് നിയോഗിച്ചതാര്? ഉത്തരം ഗായക സംഘത്തെ. 103. ആരാണ് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത്? ഉത്തരം ദാവീദ്. 104. ഗായക സംഘം ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ മുഖരിതമായത് എന്ത്? ഉത്തരം വിശുദ്ധ സ്ഥലം. 105. ദാവീദിന്റെ പാപം നീക്കി കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തത് ആര്? ഉത്തരം കർത്താവ്. 106. ഇസ്രായേലിന്റെ മേൽ ക്ഷാമം വരുത്തിയ പ്രവാചകൻ? ഉത്തരം ഏലിയ. 107. ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ആര്? ഉത്തരം രാജാക്കന്മാര്. 108. ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ആര്? ഉത്തരം പ്രസിദ്ധന്മാര്. 109. ജീവിതകാലത്ത് അവൻ അധികാരിയുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല, ആരും അവനെ കീഴടക്കിയില്ല. അവൻ ആര്? ഉത്തരം ഏലീഷ. 110. അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു, അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. അവൻ ആര്? ഉത്തരം യേശയ്യാ പ്രവാചകൻ. 111. ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചതെന്ത്? ഉത്തരം കൊടുങ്കാറ്റ്. 112. ആർക്കാണ് ദൈവം നന്മ ചെയ്തത്? ഉത്തരം നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക്. 113. വലത് കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സെറുബാബേലിനെ കുറിച്ച്. 114. ആക്രമണം ചെറുക്കാൻ ശിമെയോൻ ചെയ്തതെന്ത്? ഉത്തരം നഗരത്തിന് കോട്ട കെട്ടി. 115. ആരാണ് പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത്? ഉത്തരം ശിമെയോൻ. 116. പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെ നയിക്കുന്നതെന്ത്? ഉത്തരം കർത്താവിന്റെ പ്രകാശം.